ഞങ്ങൾക്ക് ഇന്ന് അവൽ നനച്ചതുണ്ടാക്കിയാലോ. നെയ്യിൽ കുറച്ച് ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാനൊരു 2 തേങ്ങയോളം ചിരകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവലും ഉണ്ട്, 1/4 കിലോ അവലാണ് എടുത്തിരിക്കുന്നത്. അവലും ഈ തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായി എടുക്കുക. എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. എനിക്കധികം അറിയാൻ പാടില്ല ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഹസ്ബൻഡും മോനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുക്കിങ്. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് ഞാനും കൂടെ കുഴച്ച് തരാമെന്ന് പറഞ്ഞു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 കിലോയോളം ശർക്കര വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് പാനി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൽ നൂൽപ്പരുവം വരും. കയ്യിൽ ഞങ്ങൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നൂല് വരാൻ തുടങ്ങും. 2-3 നൂല് വരുമ്പോഴേക്കും ഞങ്ങളിത് ഈ മിക്സ് ചെയ്ത് വെച്ച അവൽ തേങ്ങ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഉടനെ തന്നെ ഞങ്ങളിത് മിക്സ് ചെയ്യണം. അവലിൽ ശർക്കരപ്പാനി അല്ലെങ്കിൽ കട്ട പിടിക്കും. വേഗം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ എള്ളാണ്, വെളുത്തെള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളുത്തെള്ള് നെയ്യിട്ടിട്ട് വറുത്തിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തിരിക്കുന്നു. അടിപൊളി ടേസ്റ്റാണ് ഈ അവൽ നനച്ചതെന്ന് പറയും. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഈ എള്ള് ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് പഞ്ചസാരയും കൂടി തൂവിക്കഴിഞ്ഞാൽ